ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരു പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേണമെങ്കിൽ ജർമ്മനിയിലോട്ട് വരാനുള്ള പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ പറയാം. നമ്മൾ ഏതൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴായാലും നമ്മൾ ഒരുപാട് വറീഡ് ആവുന്ന ഒരു കാര്യം അല്ലേ, എന്തൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ പാക്ക് ചെയ്യേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ശരിക്കും നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാനാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോന്നും കാറ്റഗറൈസ് ചെയ്താണ് പറയുന്നത് ഈ വീഡിയോയിൽ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാറ്റഗറിയാണ് ഡോക്യുമെന്റ്സ്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്? എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമുക്ക് വിസ വേണം, പാസ്പോർട്ടും വേണം. അപ്പൊ ഇത് വിസ എന്തായാലും ഇഷ്യൂ ചെയ്ത വിസ പാസ്പോർട്ടിനകത്ത് തന്നെ ആയിരിക്കും. സോ പാസ്പോർട്ടും വിസയും നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം. ഇതാണ് ഫസ്റ്റ് ഡോക്യുമെന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോട്ട് വരുവാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഓഫർ ലെറ്റർ, അഡ്മിഷൻ ലെറ്റർ, ഹൗസ് ബിൽഡിങ്ങിന് വരുമ്പോഴാണെങ്കിലും അങ്ങനെ കിട്ടുന്ന കോൺട്രാക്റ്റോ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ അത് നമ്മൾ മെയിൻലി ക്യാരി ചെയ്യണം. നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഓഫർ ലെറ്ററും എൻറോൾമെന്റിന്റെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെക്കൻഡ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യണം. തേർഡ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ എടുത്ത് ടാറ്റയുടെ എന്ന് തോന്നുന്നു. അപ്പോൾ ടാറ്റയുടെ ട്രാവൽ ഇൻഷുറൻസ് വല്ലതും എടുക്കണം. 3 മാസത്തേക്ക് അങ്ങോട്ട് വാലിഡ് ആയിട്ടുള്ളത് ട്രാവൽ ഇൻഷുറൻസ് കാണും. അപ്പം അതും ക്യാരി ചെയ്യുക, തേർഡ് ഡോക്യുമെന്റ്. ഇനി നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ബയോമെട്രിക്സ് ഫോട്ടോസ്. അതിന്റെ കുറച്ചേറെ കോപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള, നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ബയോമെട്രിക് ഫോട്ടോസ്. അപ്പൊ ഇവിടെ വന്ന ഉടനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി അതൊക്കെ തപ്പിപ്പിടിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം വന്ന ഉടനെ നമുക്ക് റെസിഡൻസ് പെർമിറ്റിന്റെ കാര്യങ്ങൾക്കും ഇതിനും എല്ലാം ഫോട്ടോസ് ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും കുറച്ചേറെ ഫോട്ടോസ് കൈ കരുതിക്കോ. അത് ഫോട്ടോസിന്റെ കാര്യം പറഞ്ഞ, ഫോട്ടോസ് നമ്മൾ ഇവിടെ എടുക്കുന്നതും കുറച്ച് എക്സ്പെൻസീവ്. നമ്മൾ നാട്ടിൽ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ട് വരുന്നത് നല്ലതാ. പക്ഷെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ്, ഇപ്പോൾ ഒരു വർഷം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോട്ടോസും കൊണ്ട് ചിലപ്പോൾ ചിലവർ പറയും നമുക്ക് റീസെന്റ് 6 months മുമ്പുള്ള ഫോട്ടോസ് വേണം, നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം. കാരണം അവർക്ക് നമ്മൾ ഈ ഫോട്ടോ പണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ തന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സോ നിങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും, അത് കുറെ വർഷം കഴിഞ്ഞിട്ട്. അത് ചുമ്മാ ഞാൻ പറയുന്നേ ഉള്ളൂ അതിന്റെ ഇടയ്ക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഫോർത്ത് ഡോക്യുമെന്റ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്, നമുക്ക് ബ്ലോക്ക് എമൗണ്ട് നമ്മൾ ഇടുമായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇടുന്ന ബ്ലോക്ക് എമൗണ്ടിന്റെ ആ ഒരു പ്രൂഫ്, നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഇത്രയും പൈസ ഇട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന പ്രൂഫ് നമ്മൾ ക്യാരി ചെയ്യണം. പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ മെയിൻ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ഒരു ഡോക്യുമെന്റ് അല്ല, പിന്നെ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി, നാട്ടിലെ ഡിഗ്രി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്സ്, നാട്ടിൽ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്. ഇതെല്ലാം കൈ ക്യാരി ചെയ്തോണം. പിന്നെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്ന് ജോലിക്ക് നോക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് തോണേ. പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനം, മെയിൻ ആയിട്ടെന്നല്ല, ഡ്രൈവിംഗ് ലൈസൻസ്. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ വന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ഇവിടെ കൊടുത്ത് ഇവിടെ വീണ്ടും ലൈസൻസ് ഒക്കെ എടുക്കുമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് മറക്കാതെ ഡോക്യുമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തോളാം. അത് എന്റെ കേസിലാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സും എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ നാട്ടിലെ പാൻ കാർഡ്, നാട്ടിലെ ആധാർ കാർഡ്, നാട്ടിലെ ഈ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. എന്റെ പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലൈസൻസിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഇവിടെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ലൈസൻസ് ഞാൻ എന്റെ ഇന്ത്യൻ ലൈസൻസ് ഞാൻ ഇവിടെ കൊടുത്തു, അതായത് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് എന്റെ ഇപ്പൊ ഇന്ത്യൻ ലൈസൻസ് ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് അത് യൂസ്ഫുൾ ആണ്. നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം. അത് അങ്ങനത്തെ രീതിയിൽ ഞാൻ ചെയ്തത് കൊണ്ടാണ് എന്റെ ഇന്ത്യൻ ലൈസൻസ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഇന്ത്യൻ ലൈസൻസ് ഇല്ല, എന്റെ ഇപ്പം ജർമ്മൻ ലൈസൻസേ ഉള്ളൂ, പിന്നെ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ഈ പാൻ കാർഡോ ആധാർ കാർഡോ ഒന്നും നമുക്ക് ഇവിടെ യൂസ് വരുത്തില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്, മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണല്ലോ നമ്മുടെ ഇതല്ല, അതെല്ലാം കൊണ്ടുവരുന്നത് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവേ. ഈ പറഞ്ഞതെല്ലാം ഒറിജിനലും പിന്നെ കുറച്ച് പ്രിന്റ് ഔട്ടും എടുത്തോണ്ട് വന്നോളൂ കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. അപ്പൊ എല്ലായിടും നമ്മൾ കുറെ പ്രിന്റ് ഔട്ട് കൊടുക്കേണ്ടി വരും. ചിലടത്ത് അവർ തന്നെ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം കുറച്ചേറെ കോപ്പി കൈ കരുതിക്കോളൂ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ സെക്ഷൻ.
ഇനി ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ക്ലോത്തിങ്സ്. നിങ്ങൾ വിന്ററിലാണ് ഇവിടോട്ട് വരുന്നതെങ്കിൽ എന്തായാലും വിന്ററിനുള്ള കുറെ ഡ്രസ്സസ് കരുതേണ്ടി വരും. കുറെ ഡ്രസ്സസ് എന്ന് വെച്ചാൽ ജാക്കറ്റ്, സ്കാർഫ്, ഗ്ലൗവ്, സോക്സ്, അങ്ങനെ വിന്ററിന് പറ്റിയ കുറെ കാര്യങ്ങൾ എന്തായാലും കരുതേണ്ടി വരും. കാരണം ആദ്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ തണുപ്പായിരിക്കത്തില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് വിന്ററിൽ ഇങ്ങോട്ട് വരുന്നവര് ഈ സാധനങ്ങളൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് എടുത്തോണേ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ക്യാരി ചെയ്തുകൊണ്ട് വരാൻ ഞാനും പ്രിഫർ ചെയ്യത്തില്ല. കാരണം ഞാൻ വന്നത് നവംബർ ടൈമിലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. ഒരു ജാക്കറ്റ്, പിന്നെ എനിക്ക് പറ്റിയ ഒറ്റൊരു ബൂട്ട്, പിന്നെ കുറച്ച് സോക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടു. നിങ്ങൾ ഒത്തിരി നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരല്ല. കാരണം ഇവിടെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടും. ഇവിടുത്തെ തണുപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയി പോകാൻ വേണ്ടിയുള്ള നല്ല കുറെ പ്രൊഡക്റ്റ് കിട്ടും. അതുകൊണ്ട് ഒത്തിരി നമ്മൾ കൊണ്ടുവരില്ല. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഷോപ്പിങ്ങിന് പോവുക, ചീപ്പായിട്ടുള്ള നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഷോപ്സ് ആണ്, അപ്പൊ അവിടുന്ന് വാങ്ങിക്കുക. അത്യാവശ്യം വരുമ്പോഴത്തേനും പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമുള്ള 1-2 ജോഡി സാധനങ്ങൾ മാത്രമല്ല എടുത്താൽ മതി. അല്ല നിങ്ങൾ സമ്മറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിന്റർ ആയിട്ട് ഒന്നും തന്നെ കൊണ്ടുവരണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, വിന്ററിന്റെ ജാക്കറ്റും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെയും കുറെ കടകളിൽ നിന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നാട്ടിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ റേറ്റിൽ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഓഫർ വരുന്ന ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അതുപോലെ ഓഫർ വരുന്ന സമയത്ത് നമുക്ക് നല്ല ചീപ്പായിട്ട് ഈ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമ്മൾ ഇതെല്ലാം കെട്ടിച്ചുമന്നുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയും വേണ്ട, നല്ല സാധനങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടുന്ന് വാങ്ങിക്കാം. അപ്പൊ സമ്മറിൽ വരുന്നവര് ഇങ്ങനത്തെ വിന്ററിന്റെ ഐറ്റങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. സമ്മറിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക കടകളിലും ഈ വിന്റർ തുണിക്കൊക്കെ നല്ല ഓഫർ കാണും. കാരണം അതൊന്നും വിറ്റ് കഴിഞ്ഞ് പോകാത്തത് കൊണ്ട് ഓഫ് സീസൺ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ പ്രൊഡക്ട്സിനെല്ലാം ഓഫ് കാണും. അപ്പം സമ്മർ സമയത്ത് വരുമ്പോൾ കുറച്ച് വിന്ററിലുള്ള തുണികളൊക്കെ വാങ്ങിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങനെ വാങ്ങിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഷൂസ്, അതേപോലെ ചെരുപ്പുകൾ. ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ചെരുപ്പുകൾക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. ഷൂസും ഒക്കെ അതുപോലെയൊക്കെ തന്നെയാ. ചെരുപ്പിന് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവെ നല്ല പൈസയാന്ന് തോന്നുന്നു അല്ലേ ഇവിടെ എല്ലാത്തിനും. ചെരുപ്പിനും ഷൂവിനും നല്ല നാട്ടിലേക്ക് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല, അത്രയ്ക്ക് പ്രൈസ് ഉണ്ട് നമ്മുടെ നോർമൽ ചെരുപ്പുകൾക്കും ഒക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്തായാലും നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഷൂസ് ഒക്കെ ഓഫറിൽ വാങ്ങിക്കാം, എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഒരു അടുത്ത നിങ്ങൾ മസ്റ്റായിട്ട് കൈ കരുതേണ്ട ഒരു സാധനമാണ് ഫോർമൽ ഡ്രസ്സ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകണമെങ്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് 1-2 ഫോർമൽ ഡ്രസ്സൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഫോർമൽ ഡ്രസ്സും അതേപോലെ ജർമ്മനിയിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്ന കാര്യമാണ് ഫോർമൽ സ്യൂട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് അതെന്തായാലും കരുതിക്കോളുക. ഇനി നമ്മൾ ഇന്ത്യൻ ഡ്രസ്സ് കരുതുന്നത് നല്ലതാണ്. നമുക്ക് ഇവിടെ ഇന്ത്യൻ പാർട്ടീസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ മിക്ക ഫംഗ്ഷൻസോ, ഓണം ആയിക്കോട്ടെ, ദീപാവലി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലോത്ത്സും കുറച്ച് കൈ കരുതുന്നത് എന്തായാലും നല്ലതായിരിക്കും. അടുത്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട മെയിൻ സംഭവം എന്ന് പറയുന്നത് മെഡിസിൻസ്. നമുക്ക് ഇവിടുന്ന് മെഡിസിൻസ് വാങ്ങിക്കാൻ ആക്ച്വലി കുറച്ച് പ്രൈസുമാണ്. പിന്നെ ചില മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ വേണമായിരിക്കും. പിന്നെ ഞങ്ങൾ മോസ്റ്റ്ലി ചെയ്യുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് അത്യാവശ്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല കുറച്ച് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. ആന്റിബയോട്ടിക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ പാരസെറ്റമോളോ, എന്ത് ഈ ജലദോഷം, നിങ്ങൾക്ക് ഇതുപോലെ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാലും കുറെ അലർജി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ ആദ്യമായിട്ട് വരുന്നവർക്ക്. ചിലവർക്ക് എനിക്ക് തോന്നുന്നു ഈ മറ്റേ പോളന്റെ ഈ പൂക്കുന്ന സമയത്ത് അതിന്റെ ഒക്കെ അലർജി കാണാം. പിന്നെ എനിക്കറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഇവിടെയുള്ള മിക്ക ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അലർജിക്കായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറെ മരുന്ന് ക്യാരി ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ മരുന്ന് ക്യാരി ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ മരുന്നിന്റെ ബില്ലും കൂടെ കൊണ്ടുവരണേ. എയർപോർട്ടിൽ എപ്പോഴും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അറിയത്തില്ല. ഞങ്ങൾ വരുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ട്, പക്ഷെ ഇതുവരെ നമ്മളോട് റെസിപ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ഒരുപാട് മെഡിസിൻസ് കൈ കരുതുന്നവരാണെങ്കിൽ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ബില്ലോ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് തന്നെ വരുന്നതാണ്, മെയിൻ ആയിട്ട് കുറെ ടോയ്ലറ്ററീസ്. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ആദ്യമേ തന്നെ പോയി ഒരു കട കണ്ടുപിടിച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് പേസ്റ്റും ബ്രഷും സോപ്പും ഷാമ്പു ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒത്തിരി വേണ്ട, കുറച്ച് നിങ്ങൾ ക്യാരി ചെയ്യുക. ഒരാഴ്ചത്തേക്കെങ്കിലും മാക്സിമം കൊണ്ടുവരാൻ യൂസ് ചെയ്യാൻ വേണ്ടി ക്യാരി ചെയ്തുകൊണ്ട് വരിക. പിന്നെ താടി പഠിക്കാൻ വേണ്ടി റേസേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് നല്ലതാ. നമുക്ക് തൽക്കാലം ഒരാഴ്ച നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടൊക്കെ കണ്ട് നമ്മൾ കട എവിടെ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് സെറ്റായി വരുന്നതിന് ആ ഒരു ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി.
അല്ലെങ്കിൽ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ കുറച്ചേറെ സോപ്പ് കൊണ്ടുവന്നാൽ നല്ലതാണ് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് പൊതുവെ അങ്ങനെ സോപ്പ് കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്ന സോപ്പിനൊന്നും നമ്മുടെ നാട്ടിലെ പോലെ അത്ര മണമൊന്നും ഉള്ള സോപ്പല്ല. നമുക്കിവിടെ നോർമലി കിട്ടുന്നത് ഷവർ ജെല്ലിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സോപ്പ് മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ എന്തായാലും കുറച്ച് സോപ്പൊക്കെ കൊണ്ടുവന്നുള്ളത്. നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോഴൊക്കെ സോപ്പൊക്കെ വാങ്ങിയിട്ട് വരാറുണ്ട്. അപ്പം അതും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ സോപ്പ് അവൈലബിൾ ആണ്, പക്ഷെ ഇപ്പം പറഞ്ഞതിന്റെ തൊട്ട് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സോപ്പിന്റെ ആ ഒരു ഗുണവും മണമൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സോപ്പ് ക്യാരി ചെയ്തുകൊണ്ട് വരിക. അല്ലെങ്കിൽ ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരാ, ഷവർ ജെൽ യൂസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് മതി. നെക്സ്റ്റ് മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണ്. അതിൽ പൊതുവെ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടുവരുന്നത് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ ആണ്, പ്ലഗ് അഡാപ്റ്റർ ആണ്. അതായത് ഇവിടുത്തെ പ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലല്ല, അത് കുറച്ച് ഇങ്ങനെ അകത്തോട്ട് കയറിയിരിക്കുന്ന ടൈപ്പ് പ്ലഗ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് 3 പിൻ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് പുറത്ത് ഖത്തറിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. അത് നമ്മുടെ ഇതുമായിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആവുന്ന ഒരു ടൈപ്പ് യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ട്. അത് യൂസ് ചെയ്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളൂ. കാരണം മോസ്റ്റ്ലി നമ്മുടെ അഡാപ്റ്റേഴ്സ്, നമ്മുടെ പ്ലഗിൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇതുമായിട്ട് ഫിറ്റ് ആവത്തില്ല. സോ അങ്ങനെ 2-3 വാങ്ങിച്ചുകൊണ്ട് വരും നല്ലതായിരിക്കും. ചിലപ്പോൾ അറിയത്തില്ല എപ്പോഴും അതിന്റെ ഫ്യൂസ് അടിച്ചു പോകുന്നതായിരുന്നില്ല. അതുകൊണ്ട് 2-3 സ്പെയർ കൈ കരുതിയിരിക്കുക. ഇവിടെ കിട്ടാനും ഇവിടെ കിട്ടാൻ പാടാ. ഞാൻ ആമസോണിലും അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് ഇതുമായിട്ട് നമ്മുടെ യൂറോപ്യൻ, എനിക്ക് ജർമ്മനിയിലാണ് തോന്നിയത്, ഞാൻ മറന്നുപോയി, ജർമ്മനിയിലെ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്ന ടൈപ്പ് അഡാപ്റ്റേഴ്സ്. അപ്പൊ അത് ഞാൻ ആമസോണിൽ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവരോട്ട് വാങ്ങിക്കാൻ നോക്കി, പക്ഷെ വാങ്ങിച്ചത് ഇതുമായിട്ട് ചേരുന്നില്ല. വാങ്ങിച്ച് വന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇതുമായിട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ. പിന്നെ നിങ്ങൾ എന്തായാലും കൈ കരുതുമല്ലോ നിങ്ങളുടെ ലാപ്ടോപ്പ്, അതിന്റെ ചാർജർ, പിന്നെ മൊബൈൽ ഫോൺ, അതിന്റെ ചാർജർ. ഇൻ കേസ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ല, നിങ്ങൾ വാങ്ങിയിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വില കുറവൊന്നും അല്ല, എന്നാലും നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ പൈസയ്ക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും. അതേപോലെ നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നന്നാക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഇവിടെ തന്നെ പോയി ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ നാട്ടിൽ നിന്ന് പുത്തൻ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ വരുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും അത് ഇവിടുന്ന് ശരിയാക്കി എടുക്കാൻ. അത് തന്നെയല്ല, നമ്മുടെ ഇവിടുത്തെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ഡിഫറെന്റാ, ജർമ്മൻ കീബോർഡ്. നമ്മള് ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ജർമ്മനിൽ കുറച്ച് എക്സ്ട്രാ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കീബോർഡാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷെ നാട്ടിലെ ലാപ്ടോപ്പിൽ അങ്ങനെ അല്ലല്ലോ. അപ്പം ലാപ്ടോപ്പ് പുത്തനായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഒരു സജഷൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണേ. അതുപോലെ മൊബൈലും വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നിട്ടായിരുന്നു പുതിയ ഫോൺ എടുത്ത്. എൻ്റെ ഫോൺ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫോൺ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഫോൺ എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് ചോയ്സസ് ഉണ്ട്. ഇവിടെ മീഡിയ മാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ അങ്ങോട്ട് കയറിയാൽ മതി, ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ. ചില സമയത്തൊക്കെ നല്ല ഓഫറും കാണും. അങ്ങനെ നമുക്ക് അവരുടെ തന്നെ വെബ് പേജ് ഉണ്ട്. അപ്പൊ അതിനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും പല ടൈം പീരീഡിൽ ഓഫേഴ്സ് കാണും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേ നല്ല സെയിൽ കാണും. അപ്പൊ ആ സമയത്തൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ നിങ്ങളുടെ ഹെഡ്സെറ്റ്, അതേപോലെ USB എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെന്താ ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ട് വരുന്നത്, പവർ ബാങ്ക്, ഇത്രയൊക്കെ സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത്. അടുത്ത മെയിൻ ആയിട്ട് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ ആയിട്ട് പറയാം ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വന്ന് ഇവിടെ ഒന്ന് സെറ്റിലായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടയൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് ഓക്കെ ആയി വരുന്ന ടൈം പീരീഡ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ എന്തെങ്കിലും ഒരു കപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ നല്ലതായിരിക്കും. കുറച്ച് ഒന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി. അതൊന്നും ഒരുപാട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ഇൻസ്റ്റന്റ് ഫുഡും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ വന്ന ആ ദിവസം എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വന്ന ആ ഫസ്റ്റ് 1 or 2 days എന്തെങ്കിലും കഴിക്കണമെങ്കിലോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ നിന്ന് കരുതിയാൽ മതി. അത് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. പിന്നെ നാട്ടിൽ നിന്ന് മസ്റ്റായിട്ട് നിങ്ങൾ കരുതേണ്ട, മസ്റ്റല്ല, നിങ്ങൾ ഇവിടെ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മസാലപ്പൊടികളൊക്കെ എടുക്കാവേ. എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ അതൊക്കെ തന്നെ നമ്മുടെ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അടുത്ത് ഇന്ത്യൻ സ്റ്റോർ കാണണമെന്ന്
പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. അല്ലെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ചിലപ്പം ചില മസാലപ്പൊടികൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ മസാലപ്പൊടികളുടെ ടേസ്റ്റ് അല്ല. പിന്നെ പൊതുവെ കുറച്ച് പൈസ ഇവിടെ കൂടുതൽ നമ്മുടെ നാട്ടിലെ മസാലപ്പൊടികൾക്കും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ. അപ്പം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ കരുതാവേ. മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മുടെ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് പൊടികളൊക്കെ കരുതാവേ. പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ക്യാരി ചെയ്യാം. ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എനിക്ക് ബേസിക്കലി കുക്കിംഗ് വലിയ താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു. എനിക്ക് മിക്ക ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഈ പാത്രങ്ങൾ കൊണ്ടുവരുന്നത്, നമ്മുടെ കുക്കർ കൊണ്ടുവരുന്നു. പിന്നെ കുക്കർ എന്തായാലും കൊണ്ടുവരണം. കുക്കർ വേണ്ടെങ്കിലൊന്നല്ല, കുക്കർ എന്തായാലും കൊണ്ടുവരണം. അച്ചാച്ചൻ അദ്ദേഹം ഇത് ചെയ്യത്തില്ല, കുക്ക് ചെയ്യാത്തോണ്ടാ കുക്കർ കൊണ്ടുവരാഞ്ഞത്. ഞാൻ കണ്ടുണ്ട് കുറെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കുക്കർ കൊണ്ടുവരുന്നത്. പിന്നെ ഇഡലി കൂട്ടം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കുക്കർ എന്തായാലും ചോറ് കഴിക്കാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് കുക്കർ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇവിടെ കുക്കറൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ കുക്കർ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടിയാലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ ഉള്ള കുക്കറും അതുപോലത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇഡലിപ്പാത്രം പുട്ടുകുറ്റിയൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ ഉടനെ കൊണ്ടുവന്നില്ലല്ലോ. പക്ഷെ ചോറെങ്കിലും വെച്ച് കഴിക്കാൻ കുക്കർ കൊണ്ടിരുന്നത് എന്തായാലും നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ പാത്രമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ എന്തായാലും നോക്കണേ. കാരണം ഇവിടുത്തെ മിക്ക വീടുകളിലും ഇൻഡക്ഷൻ അല്ല ഇലക്ട്രിക് ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടുവരണേ. കാരണം ഇവിടെ മിക്കയിടത്തും നമ്മുടെ ഗ്യാസ് അടുപ്പല്ലല്ലോ, അതുകൊണ്ട് ഇലക്ട്രിക് ആയിരിക്കും. അതുകൊണ്ട് എന്ത് പാത്രങ്ങൾ കൊണ്ടുവന്നാലും അത് എല്ലാത്തിലും യൂസ്ഫുൾ ആവുന്ന, എല്ലാത്തിലും പോകുന്ന പാത്രമാണോ നോക്കിയിട്ട് വാങ്ങിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലത് ഇതുമായിട്ട് പോകത്തില്ല, ചിലത് ഇലക്ട്രിക്കുമായിട്ട് പോകത്തില്ല, ചിലത് ഇൻഡക്ഷൻ ടൈപ്പുമായിട്ട് പോകത്തില്ല. സോ പാത്രം വാങ്ങിക്കാൻ നേരം തന്നെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളാണോ എന്നൊക്കെ നോക്കി, ഓവനകത്ത് വെക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. പിന്നെ വരുമ്പം തന്നെ കൊണ്ടുവരണമെന്നില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളേ. നമ്മൾ ഇന്ത്യൻ കുക്കിങ്ങിനൊക്കെ എന്തായാലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ മിക്സർ. അത് നാട്ടിൽ നിന്നൊക്കെ എനിക്കറിയത്തില്ല വരുമ്പോൾ തന്നെ ആരും കൊണ്ടുവരുമെന്ന്. പക്ഷെ ഇവിടെ അത് വാങ്ങിക്കാനാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വാങ്ങിച്ചപ്പോൾ തന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടിയത്. നമുക്ക് ജർമ്മനിയിലെ ആമസോണിലും അങ്ങനെയുള്ള സ്റ്റോറിലൊക്കെ കിട്ടും. പക്ഷെ അത് നമ്മുടെ നാട്ടിലെ പോലത്തെ മിക്സി അല്ല. അതിന്റെ ബ്ലേഡിന് അത്ര കട്ടിയൊന്നുമില്ല. നമ്മുടെ പോലത്തെ കട്ടിയുള്ള തേങ്ങ അങ്ങനത്തെ ഭയങ്കര കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പൊടിക്കാനും അതിനൊക്കെ പറ്റുന്നതല്ല ഇവിടുത്തെ മിക്സി. ഇപ്പൊ മിക്സി കൊണ്ടുവരണമെന്ന് സജസ്റ്റ് ചെയ്യുന്നില്ല ആദ്യം തന്നെ, പക്ഷെ ജസ്റ്റ് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. അതൊക്കെ നാട്ടിലെ സാധനങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബെറ്റർ എന്ന്. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചാറോ അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തട്ടിക്കൂട്ടാനായിട്ട് അച്ചാർ വകകളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതും ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എല്ലാം ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഉടനെ ഇന്ത്യൻ സ്റ്റോർ തപ്പിപ്പിടിച്ച് പോകാനൊക്കെ പറ്റുമോ അറിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചായ ഒക്കെ കുടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നാട്ടിലെ തേയിലയൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഇതില്ലല്ലേ. ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും. നമ്മൾ പോകുന്ന ഇന്ത്യൻ ഷോപ്പിലാണെങ്കിലും മറ്റേ എന്തുവാ കണ്ണൻദേവനും കണ്ണൻദേവനാണോ അത് എന്തോ അങ്ങനെ കുറെ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ടീ പൗഡേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ജർമ്മൻ ഷോപ്പിൽ പോയാൽ ഇവിടെ എല്ലാം കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള, ഇവിടുത്തെ ടീ എല്ലാം ഭയങ്കര ഫ്രൂട്ടിന്റെ ഫ്ലേവേഴ്സ് ഉള്ള ഇതായിരിക്കും വരുന്നത്. അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലായിരിക്കും. പക്ഷെ ഇന്ത്യൻ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ടേസ്റ്റിന് ഉള്ളത് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മുടെ ലിവിങ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വന്ന് നമ്മുടെ പുതിയ വീട്ടിലോട്ട് നമ്മൾ താമസിക്കാൻ പോകാൻ നേരത്ത് നമ്മുടെ ബെഡിന് ബെഡ്ഷീറ്റ് വേണം, പില്ലോയ്ക്ക് പില്ലോ കവർ വേണം. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുക. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ തുണികൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ വന്ന് സ്ഥലം എന്തായാലും കാണണമല്ലോ. അപ്പൊ അന്ന് രാവിലെ വന്നിട്ട് ഞാൻ പോയി ഇവിടെ ട്രേസണിൽ പോക്കോ അങ്ങനെ പറഞ്ഞൊരു കടയുണ്ട്. അവിടെ പോയി നമുക്കറിയാം നമ്മുടെ ബെഡ് എത്ര സൈസാണെന്ന് അറിയാം. അപ്പൊ ആ സൈസിനനുസരിച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനെ പോയി ചെയ്തത്. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എത്ര വലിയ ഷീറ്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് അടുത്ത് മടക്കി വെച്ചാൽ മതിയല്ലോ. ഉടനെ കോളേജിലും വർക്കിനും ഒന്നും കയറണ്ടാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് പയ്യെ സാവധാനത്തിൽ എല്ലാം വാങ്ങിയിട്ടൊക്കെ ചെയ്താൽ മതി. പിന്നെ അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകേണ്ടവരാണെങ്കിൽ ചെറിയതായിട്ട് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ വരുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇനിഷ്യലി ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുപാട് പൈസ ചെലവാക്കാൻ കാണണമെന്നില്ലല്ലോ. അപ്പൊ നാട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നത് സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും. ഇവിടെ ഇനിഷ്യലി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെല്ലാം നമുക്കൊരു ടെൻഡൻസി കാണും എല്ലാം കമ്പയർ ചെയ്യാനായിട്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നല്ല പൈസയായിട്ട് നമുക്ക് പൊതുവേ തോന്നും. അതുകൊണ്ട് ഇനിഷ്യലി കുറച്ച് സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റോ ടവലോ അങ്ങനത്തെയൊക്കെ കൈ കരുതിക്കോളാം. പിന്നെ ബേസിക് ആയിട്ട് വേണ്ട കട്ട്ലറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പൂണോ അങ്ങനെ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുള്ള സാധനങ്ങളും ബേസിക് എസെൻഷ്യൽ ആയിട്ട് കൈ കരുതിക്കോളാം.
പിന്നെ എനിക്ക് അറിയത്തില്ല, ഇപ്പൊ ഞാൻ എന്റെ കേസ് പറയുവാണെങ്കിൽ എനിക്ക് സ്പെക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്പെക്സ് 2 എക്സ്ട്രാ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇവിടെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരെണ്ണം എക്സ്ട്രാ എടുത്തോളുക. കാരണം ഇവിടെ സ്പെക്സിന് അത്യാവശ്യം നല്ല പ്രൈസ് ആണ്. പിന്നെ അത് മാത്രമല്ല സ്പെക്സിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇൻഷുറൻസ് ഇവിടെ തൊട്ടനും പിടിച്ച എല്ലാത്തിനും ഇൻഷുറൻസ്. അപ്പം നിങ്ങൾ അത്രയും ടേക്ക് കെയർ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, സ്പെക്സ് അത്രയും കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും 2 കൊണ്ടുവരിക. കെയർ ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അതിന്റെ എവിടെയെങ്കിലും താഴെ വീണ് പോവോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റലി എന്തെങ്കിലും സംഭവിച്ചാലോ. ഒരെണ്ണം എപ്പോഴും എക്സ്ട്രാ ഉള്ളത് നല്ലതാണ്. നമ്മൾ ഇവിടെ ഒരു സ്പെക്സ് ഒക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ ആയിരിക്കും, അത് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്ത് ഓഫർ വരും, പക്ഷെ എന്നിരുന്നാലും കുറച്ച് എക്സ്പെൻസീവ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കൈ ക്യാരി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇന്റർനാഷണലി ട്രാൻസാക്ഷൻ ഒക്കെ എനേബിൾ ചെയ്തേക്കുന്ന ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ക്യാരി ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ ചിലവർ പൈസ എടുക്കത്തില്ല, കാർഡ് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാർഡ് കൊടുക്കാം, ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ സെറ്റ് ആവുന്ന ടൈം വരേക്ക്. പിന്നെ ഞാൻ കുറച്ച് പൈസ കൈ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിലർ ക്യാഷ് മാത്രം എടുക്കത്തുള്ളായിരിക്കും. അപ്പം ക്യാഷ് ഇങ്ങനെ കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതാണ്. കുറച്ച് പൈസ എപ്പോഴും കൈ കരുതുന്നത് നല്ലതാണ്. അത് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് മാറാതെ നാട്ടിൽ നിന്ന് തന്നെ മാറിയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കുറച്ച് പൈസയെങ്കിലും അങ്ങനെ മാറിക്കൊണ്ടുവരണേ. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ബോണസ് ടിപ്പ് പറയാനാണെങ്കിൽ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പറയാനാണെങ്കിൽ, നിങ്ങൾ ബാഗേജ്, നിങ്ങളുടെ ലഗേജ് ബാഗ് നിങ്ങൾ നല്ല രീതിയിൽ അത് പേരൊക്കെ എഴുതി നല്ല രീതിയിൽ അത് റാപ്പ് ചെയ്ത് ഒരു കുഴപ്പം വരാത്ത രീതിയിൽ നിങ്ങളുടെ ബാഗ്, കാരണം ബാഗേജ് ഇൻ കേസ് ലോസ്റ്റ് ആയി പോയാൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയും അങ്ങനെ എന്തെങ്കിലും അൺവാണ്ടഡ് ഉള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേരും എങ്ങോട്ടേക്കാ ട്രാവൽ ചെയ്തത് എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെ ലോക്കൊക്കെ ചെയ്യുന്നത് നല്ലത്. നിങ്ങളുടെ ചെറിയ ലോക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് സിപ്പ് ടു സിപ്പ് ലോക്ക് ചെയ്ത് വെച്ചിട്ട്, കാരണം ബാഗ് നഷ്ടപ്പെട്ടു പോയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ലഗേജ് ലോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കിട്ടാനായിട്ട് എത്ര എടുത്തു? 2 ആഴ്ച മെയിലിൽ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടിയത്. അതിൽ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കേസിൽ ഓക്കെ, കുഴപ്പമില്ല എന്നായിരുന്നു. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ലഗേജോ എന്തെങ്കിലും കളഞ്ഞു പോവുക, ലോസ്റ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പോലെ ബാഗൊക്കെ ലേബൽ ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്തായാലും. അതും റാപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ എയർപോർട്ടിൽ തന്നെ റാപ്പ് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പൊ അത് റാപ്പും കൂടെ ചെയ്യുന്നത് കൊണ്ട് നല്ലതേ ഉള്ളൂ. കുറച്ച് പൈസ കൊടുത്ത് റാപ്പ് ചെയ്താലും ബാഗ് കുറച്ച് പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ആരും വേറെ പരിപാടിയൊന്നും ബാഗ് തുറക്കാനോ ഒന്നും നോക്കത്തില്ലായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ചെക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നതോ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇൻ കേസ് ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കമന്റിൽ മെൻഷൻ ചെയ്യണേ. പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എന്തൊക്കെ കിട്ടത്തില്ല എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കണേ. അപ്പൊ ആ വീഡിയോ മെൻഷൻ ചെയ്തേക്കാവേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. Until then, bye.